ഈരാറ്റുപേട്ട ആ മുനിസിപ്പാലിറ്റിയെക്കുറിച്ചും ആ സിറ്റിയെക്കുറിച്ചും ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തു. നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിനുശേഷം എനിക്ക് പല ആളുകളും മെസ്സേജുകൾ അയക്കുന്നു, ഫോൺ ചെയ്യുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്താണ് ഇതിലൊരു പ്രതിവിധി? കാരണം വളരെ സീരിയസ് ആണ്, എല്ലാവരും സമ്മതിച്ചു ഇത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. അപ്പം അവിടെ ജോലി ചെയ്യുന്ന ചില പോലീസുകാർ, സെർവ് ചെയ്യുന്ന പോലീസുകാർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, മറ്റു പലരും അവരെല്ലാം അടിവരയിട്ട് സമ്മതിക്കുന്നു, താലിബാനല്ല അതിൻ്റെ അപ്പുറമാണ് ഇവിടെ ഒരു കാരണവശാൽ സർവീസ് ചെയ്യാൻ പോലും, ഗവൺമെൻറ് സർവീസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. അത്രമാത്രം മത തീവ്രതയും വർഗീയതയും മതഭ്രാന്തും താലിബാനേക്കാളും കഷ്ടമായിട്ട് പോകുന്നു. അപ്പം ഉറപ്പായിട്ടും ഇതിനൊരു പ്രതിവിധി, അതായത് എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? കാരണം ഗവൺമെൻറ്, കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെൻറ് ഇത് പൂർണ്ണമായിട്ടും നിശബ്ദമായിട്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അവർ പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, അത് ആ കോൺസ്റ്റിറ്റ്യുവൻസി ഭരിക്കുന്നത്, അതായത് വിജയിച്ചിരിക്കുന്നത് CPM-ൻ്റെ ആളാണ്. അപ്പം ലോകത്ത് പല ഭാഗത്ത് ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഈരാറ്റുപേട്ട മാത്രം ഉണ്ടാകുന്ന സംഭവമൊന്നുമല്ല, അത് തെറ്റിദ്ധരിക്കരുത്. അപ്പം എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല ഇത് സീരിയസ് ആണ്. ഇതിനെ നിങ്ങൾ നേരിടേണ്ട രീതിയുണ്ട്. അതായത് പൂർണ്ണമായും ബഹിഷ്കരണം, ബോയ്ക്കോട്ട് ചെയ്യണം. ഇപ്പം ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ് അവർ താലിബാനായിട്ട് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ജനാധിപത്യ രീതിയിലാണ് അവിടെ ഇലക്ഷൻ നടന്ന് വന്നിരിക്കുന്നത്. അതായത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അവരുടെയാണ് ഭൂരിപക്ഷം. അപ്പം ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ അവിടെയുള്ള മറ്റു മതവിഭാഗക്കാർ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ഷൻ അങ്ങ് ബോയ്ക്കോട്ട് ചെയ്തേക്കണം. കംപ്ലീറ്റ് ആയിട്ട്, ഒറ്റക്കെട്ടായിട്ട്, പാർട്ടിയോ മതമോ ഒന്നും നോക്കണ്ട, ഇലക്ഷൻ അങ്ങ് ബോയ്ക്കോട്ട് ചെയ്തേക്കണം. ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യുമ്പോൾ ഇതൊരു ഇഷ്യൂ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അത് ശരിക്കും ഒരു ഇഷ്യൂ ആയി. കാരണം ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു വിഭാഗക്കാർ, ക്രിസ്ത്യൻസ്, അവിടുത്തെ ഹിന്ദുസ് കംപ്ലീറ്റ് ആയിട്ട് ബോയ്ക്കോട്ട് ചെയ്തു. ഇഷ്യൂ അത്. കാരണം ജനാധിപത്യ ഇന്ത്യയിൽ അത് ചോദ്യം ഉണ്ടാകും. എന്തുകൊണ്ട് അവർ ബോയ്ക്കോട്ട് ചെയ്യുന്നു? എന്താണ് അവരുടെ പ്രശ്നം? എന്താണ് അവരുടെ ഭീതി? എന്ത് അപ്രിഹെൻഷനാണ് അവർക്കുണ്ടായിട്ടുള്ളത്? അതിന് ഒരു വഴി കണ്ടുപിടിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും മേളിൽ പ്രഷർ വരും. അവിടെയുള്ള ഈ CPM-ൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മറ്റു പൊളിറ്റിക്കൽ പാർട്ടീസും അവിടെ ലോക്കൽ പൊളിറ്റീഷ്യൻസ് ചിന്തിക്കും, ഇത് സീരിയസ് ഇഷ്യൂ ആണ്, ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ മതിയാകൂ. രണ്ടാമത്, ആ സാറ്റലൈറ്റ് സിറ്റി, അത് ഈരാറ്റുപേട്ട സാറ്റലൈറ്റ് സിറ്റിയെ അവിടെ നടക്കുന്ന ബിസിനസ്സും വ്യാപാരങ്ങളും പൂർണ്ണമായിട്ടും ബോയ്ക്കോട്ട് ചെയ്തേക്കണം. ഒരാൾ പോലും അവിടെ നിന്ന് ഒരു സാധനം മേടിക്കരുത്. കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബോയ്ക്കോട്ട് ചെയ്തേക്കണം. എന്നിട്ട് അതിന് തൊട്ടടുത്തുള്ള അരുവിത്തറ, അതിനെ ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് കൊണ്ടുവരണം. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ട് വേണമല്ലോ നിങ്ങൾക്ക് സാധനം വാങ്ങാനും, അതായത് ക്രയവിക്രയങ്ങൾ നടത്താൻ. അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഇതിന് സെയിം പാരലായിട്ട് ഞാനീ പറയുന്ന സൊല്യൂഷനാണ് ഈ പറയുന്നത്. അവിടെ റോഡിൽ കൂടെ വണ്ടിയിൽ ഇറങ്ങി നടക്കാൻ പോലും പാടില്ല, ഇവരോട് ചിരിക്കാൻ പോലും പാടില്ല. അപ്പോഴവന്മാർക്ക് പിടികിട്ടും, നിങ്ങൾ സീരിയസ് ആയിട്ടാണ് സംഭവം എടുത്തിരിക്കുന്നത്, ഞങ്ങൾക്ക് മാറിയേ മതിയാകൂ. ബസ്സേ കയറി ഈരാറ്റുപേട്ട ടിക്കറ്റ് എടുക്കരുത്, തൊട്ടടുത്ത സ്റ്റോപ്പ് ടിക്കറ്റ് എടുക്കണം. ഇതിനകത്ത് കുറച്ച് സഫറിങ് ഉണ്ട്, കാരണം ആ രീതിയിലാണ് ഇത് വളർന്നിരിക്കുന്നത്. അടുത്തുള്ള സിറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അവിടെ പിന്നെ പല ഗവൺമെൻറ് ഓഫീസുകളുണ്ട്, ഈരാറ്റുപേട്ടയായിട്ട് ബന്ധപ്പെട്ട്, ജനങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ടായിട്ട് ഓഫീസ്. അവിടുത്തെ ജനപ്രതിനിധിയോടും മറ്റുള്ളവരോടൊക്കെ സംസാരിച്ച് അതിനൊരു അനക്സ്, അതായത് അതിൻ്റെ അനക്സ് ഓഫീസ് വേറെ അവിടെ ഉണ്ടാക്കാൻ പറയണം. കാരണം ആവശ്യം അങ്ങനെ, കാരണം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കാരണം സ്വതന്ത്ര ജനാധിപത്യ രീതിയിൽ മത തീവ്രത കയറി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്തിൻ്റെ സിറ്റിസൺ എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ ഫ്രീഡത്തിന് വാല്യൂ ഇല്ല, അവനെ എപ്പോഴും മതഭ്രാന്തിലാണ് കാണുന്നത്. ഇപ്പം ഇതേപോലെ മെഷർമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ
അതായത് കംപ്ലീറ്റ് ബോയ്ക്കോട്ട്, ഇവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. കാരണം ഇവരുടെ കടകളാണെങ്കിലും വ്യാപാര സ്ഥാപനം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബോയ്ക്കോട്ട് ചെയ്തേക്കണം. ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് പറയുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ പറയുമ്പം എത്രമാത്രം സീരിയസ് ആ ഇഷ്യൂലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയും, ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഞാനിത് പഠിച്ച് മനസ്സിലാക്കി സംഭവം ചെറിയ ഇഷ്യൂമല്ല. കാരണം ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദ ക്രിമിനലുകൾ അഹമ്മദാബാദി വരെ ബോംബ് പൊട്ടിക്കാൻ പോയേക്കുന്ന ഈരാറ്റ് വിട്ടെന്ന. അപ്പോൾ ഒരു ബഡ്ഡിങ് രീതിയിലുള്ള മത തീവ്രത വളർത്തി ഒരു ആൻറ്റി ഇന്ത്യ, അത് ലോകത്തിന് മുഴുവന് ശാപമായി തീരുന്ന വളർത്തിയെടുക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റി, ആ സിറ്റിയെ എങ്ങനെ നേരിടണം ചോദ്യങ്ങളായത്. കാരണം സാധാരണക്കാർക്ക് അറിയത്തില്ല. കാരണം അതിനെ നേരിട്ടേ മതിയാവത്തുള്ളൂ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഫ്യൂച്ചറും അതിൻ്റെ ജനറേഷനൊക്കെ പെട്ടുപോകും. ഇത് കോട്ടയം ജില്ലയ്ക്കകത്ത് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഉള്ള ഭാഗത്തുണ്ടായ ഒരു പോക്കറ്റിലുണ്ടായ സംഭവമാണ്. അപ്പം അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ലോകത്തൊന്നിനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഇതാണ് പബ്ലിക് പ്രഷർ, ജനാധിപത്യത്തിൻ്റെ പ്രഷറുണ്ട്. എങ്ങനെ ബോയ്ക്കോട്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ജനാധിപത്യം അപ്ലൈ ചെയ്തിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം, ഇവരെങ്ങനെ മാറാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ചാക്ക് വിട്ടുകൊണ്ട് മാത്രമേ അതുവഴി പോകാൻ പറ്റും. സ്ത്രീകൾക്ക് അതുവഴി, കാരണം ആ താലിബാൻ രീതിയിൽ മാത്രം പോകുന്ന രീതിയിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോവുകയാണ്. അതാണ് ഞാൻ ഇത് കണ്ടിരിക്കുന്ന എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയാം. അപ്പം അതിനെ ഇപ്പോഴേ അതും ശരിക്കും അത് റെമഡി കൊടുത്ത് അതിന് ശുശ്രൂഷിച്ചില്ല എങ്കിൽ പിന്നീടുണ്ടാകുന്ന മത തീവ്രതയും അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും ആർക്കും പിടിച്ചാൽ പോലും കിട്ടത്തില്ല. കേരളം ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ ഒപ്പോസിഷൻ പക്ക ഇതിൻ്റെ അത് BJP പോലും സൈലൻ്റാ. ഇത് ഇവിടെയാണ് ജനങ്ങൾ ഒരുമിക്കേണ്ടത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് PC ജോർജ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെ PC ജോർജ് തന്നെ ഇതിന് മുമ്പിൽ നിർത്തി ഇതൊരു വലിയ സംഭവമാക്കി അങ്ങ് മാറ്റണം. ഇത് ഇന്ത്യ മുഴുവനും ചർച്ച ചെയ്യുന്ന വിഷയമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഈ ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യുമ്പോഴാണ്. കാരണം ജനാധിപത്യ പ്രക്രിയയിൽ അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലല്ലാത്തവർ ബോയ്ക്കോട്ട് ചെയ്താൽ അത് നാഷണൽ ഇഷ്യൂവാണ്. അപ്പോഴത്തെ ഗവൺമെൻറ് ഇടപെടും, സെൻട്രൽ ഗവൺമെൻറ് ഇടപെടും. കാരണം സെക്യൂരിറ്റി തന്നേ മതിയാവത്തുള്ളൂ. അപ്പോൾ കേരള പോലീസിന് അവിടെയുള്ള സ്വാധീനം മാറ്റിയിട്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ CRPF അല്ലെ BSF 2 യൂണിറ്റ് അങ്ങ് കൊണ്ടുവരും. ഇതാണ് ഇതിൻ്റെ തൊണ്ടാം. കാരണം ഇതാണ് മാറ്റം വരേണ്ടത്. അപ്പോൾ ഈ 2 പാരാമിലിറ്ററി ഫോഴ്സോ അത് ഈ 2 ക്യാമ്പുകളോടെ വന്നു കഴിഞ്ഞാൽ അവന്മാർ ഇവരെ കൈകാര്യം ചെയ്തോളൂ. അതാണ് ഈരാറ്റുപേട്ടക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ബനാന റിപ്പബ്ലിക് അല്ല. അവിടെ 2 യൂണിറ്റ് ഇട്ടാൽ മതി, നിന്റെ ആസനം പറഞ്ഞു പോകും. അവന്മാർക്ക് ആ ഹിന്ദി അറിയാവുന്നവർക്ക് എന്തു കോപ്പായത്. അവന്മാർക്ക് ഈ സാധനം ഈ പറയുന്ന കാണുമ്പോഴേ അവർക്ക് തെറിച്ചു വരും, വല്ലാത്ത രീതിയിൽ കയറിയെങ്കിലും പെരുമാറും. ഇതാണ് എനിക്ക് അവിടെയുള്ള ജനങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. ഇത് ബഡ്ഡിങ് സ്റ്റേജിൽ നിന്ന് മറ്റൊരു ലെവലിലോട്ട് മാറുകയാണ്. ഇവിടെ കാര്യമായ രീതിയിൽ അപ്ലൈ ചെയ്തില്ല എങ്കിൽ, കാരണം കേരളത്തിലെ ഒറ്റ രാഷ്ട്രീയക്കാരനെ ഇതിനകത്ത് വിശ്വാസം എനിക്കില്ല. പ്രീഡനവും വോട്ട് ബാങ്കും പറഞ്ഞ് നടക്കുന്നവരാണ്. അതായത് PFIയുടെ ബാൻ ചെയ്തൊരു സംഘടന, അതിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് SDP അവർ ആക്റ്റീവാണ്. ലീഗുണ്ട്, മറ്റുള്ള സംഘടനയൊക്കെ ഇവർക്ക് വേണ്ടി ഈ പേരുകാർ അവരൊക്കെ ആണെങ്കിലും ഇവിടെ അന്തർധാര വളരെ സജീവമാണ്. അതൊരിക്കലും തള്ളിക്കളയരുത്. ഇതിനെ എങ്ങനെ ഒറ്റപ്പെടുത്തും? ആ ഒറ്റപ്പെടുത്തൽ കൂടെ ഇവർ മാറ്റം ഉണ്ടാവും. ഇവരും പേടിക്കും. കാരണം ഇവർക്ക് ഫർദർ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതൊരു നല്ല ആസിഡ് ഡോസ് കൊടുത്താൽ അങ്ങ് തീരും. നിങ്ങൾ ആദ്യം ബോയ്ക്കോട്ടും പരിപാടിയും സാധനങ്ങൾ ആ സിറ്റിയെ മുഴുവനും ബഹിഷ്കരിക്കുമ്പോൾ ഇവർക്ക് പിടികിട്ടും. പിന്നീട് നാഷണൽ ഇഷ്യൂ ആ സെൻട്രൽ ഫോഴ്സ് കയറി വരും. അവർ പിന്നെ അങ്ങ് കൈകാര്യം ചെയ്തോളും. ഇതാണ് ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത്
ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.